5 വർഷം മുമ്പ് 2019 കാസർഗോഡ് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നതുവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ രാശിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായാണ് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസിലെ സമുന്നതമായ പല പദവികളും വഹിച്ചെങ്കിലും കരുണാകരനും ആന്റണിയും അടക്കം പല നേതാക്കളുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ജീവിച്ചെങ്കിലും ഒരിക്കൽ പോലും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാവാൻ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചിരുന്നില്ല. തീപ്പൊരി പ്രസംഗകനാണ്, ചാനൽ ചർച്ചകളിലെ നിറഞ്ഞാടുന്ന സിംഹഗർജനമാണ്, അനേകം ആരാധകരുള്ള എന്തും വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിത്വത്തിനുടമയാണ്. പക്ഷെ ഉണ്ണിത്താന് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കോൺഗ്രസ് ഒരിക്കലും കൊടുത്തില്ല. തലശ്ശേരിയിലും കുണ്ടറയിലുമൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു MLA യോ MP യോ പോലും ആവാതെ തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന് കരുതിയിരുന്ന കാലത്താണ് മഹാഭാഗ്യം കൊണ്ട് 2019 സീറ്റ് കിട്ടുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC പ്രസിഡന്റിനെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ്. വാസ്തവത്തിൽ അത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു.